പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് 7ാം ക്ലാസ് ബേസിക് സയൻസിലെ താപമൊഴുകുന്ന വഴികൾ, ആസിഡുകളും ആൽക്കലികളും ഈ 2 ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. 30 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സയൻസ് ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്ന ഒരു പ്രത്യേക 2 ചാപ്റ്ററുകളാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ജലം ഉണ്ടാക്കുന്നത് എന്ന് അർത്ഥമുള്ള മൂലകം ഏതാണ്? ജലം ഉണ്ടാക്കുന്നത് എന്ന് അർത്ഥമുള്ള മൂലകം ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ബി നൈട്രജൻ, സി ഓക്സിജൻ, ഡി പൊട്ടാഷ്യം. ജലം ഉണ്ടാക്കുന്നത് എന്ന് അർത്ഥമുള്ള മൂലകം ഇതിലേതാണ്? ഉത്തരം ഹൈഡ്രജൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ സംവഹനം, ബി ചാലനം, സി വികിരണം, ഡി ഇതൊന്നുമല്ല. എന്താണ് ഉത്തരം? ഉത്തരം വികിരണമാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. അടുത്ത ചോദ്യം, നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് കളറാക്കുന്നത്. ഓപ്ഷൻ എ ആസിഡ്, ബി ആൽക്കരി, സി നിർവീര്യം, ഡി ഇതൊന്നുമല്ല. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് കളറാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ആസിഡാണ്. അടുത്ത ചോദ്യം, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നത് ഏത് താപപ്രേരണ രീതി വഴിയാണ്? പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബൾബിൽ നിന്നും താപം താഴെ എത്തുന്നത് ഏത് താപപ്രേരണ രീതി വഴിയാണ്? ഓപ്ഷൻ എ സംവഹനം, ബി വികിരണം, സി ചാലനം, ഡി ഇതൊന്നുമല്ല. ഉത്തരം എന്താണ്? ഉത്തരം വികിരണമാണ്. അടുത്ത ചോദ്യം, ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ ടാർട്ടാറിക് ആസിഡ്, ബി ഫോർമിക് ആസിഡ്, സി സിട്രിക് ആസിഡ്, ഡി അസറ്റിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇതിലേത് ആസിഡാണ് പ്രവേശിക്കുന്നത്? ഉത്തരം ഫോർമിക് ആസിഡാണ്. അടുത്ത ചോദ്യം, മഷി, തൂകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? മഷി, തൂകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്, ബി ടാനിക് ആസിഡ്, സി അസറ്റിക് ആസിഡ്, ഡി സിട്രിക് ആസിഡ്. ഉത്തരം ടാനിക് ആസിഡ് ആണ്. ആസിഡുകളും ആൽക്കലികളും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഒരു ടേബിളിൽ ഓരോ ആസിഡുകളും അവ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണെന്നുള്ള ഒരു കോളമുണ്ട്. അത് പഠിച്ചാൽ മതിയാവും. മഷി, തൂകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ടാനിക് ആസിഡാണ്. അടുത്ത ചോദ്യം, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? താഴെ കൊടുത്തവയിൽ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം അസറ്റിക് ആസിഡാണ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് വേറൊരു രീതിയിൽ ചോദിക്കാം. ആസിഡുകൾ മുട്ടത്തോടുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന്. അപ്പോഴും ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാരണം മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്നത് കാർബണേറ്റുകളാണ്, കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ അത് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതൊരു പരീക്ഷണമായിട്ട് തന്നെ ആ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, 10ാമത്തേത്, ഇൻകുബേറ്ററിൽ മുട്ട വിരിയാൻ സഹായിക്കുന്നത് ഏത് താപപ്രേരണ രീതി വഴിയാണ്? ഇൻകുബേറ്ററിൽ മുട്ട വിരിയാൻ സഹായിക്കുന്നത് ഏത് താപപ്രേരണ രീതി വഴിയാണ്? ഓപ്ഷൻ എ ചാലനം, ബി വികിരണം, സി സംവഹനം, ഡി ഇതൊന്നുമല്ല. ഏതാണ് ഉത്തരം? ഉത്തരം വികിരണമാണ്. അടുത്ത ചോദ്യം, പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻ എ ലാക്റ്റിക് ആസിഡ്, ബി ടാർട്ടാറിക് ആസിഡ്, സി സിട്രിക് ആസിഡ്, ഡി അസറ്റിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്നത് ഇതിലേത് ആസിഡാണ്? ഉത്തരം ടാർട്ടാറിക് ആസിഡാണ്. നമുക്കറിയാലോ പുളിയുടെ കളർ ഒരു ടാറിൻ്റെ ഒരു കറുത്ത കളറല്ലേ. അപ്പോൾ ടാർട്ടാറിക് ആസിഡ് ഓർത്ത് വെക്കാലോ. അടുത്ത ചോദ്യം, അപ്പക്കാരം രാസപരമായി എന്താണ്? അപ്പക്കാരം രാസപരമായിട്ട് എന്താണ്? ഓപ്ഷൻ എ സോഡിയം ക്ലോറൈഡ്, ബി കാൽഷ്യം സൾഫേറ്റ്, സി സോഡിയം ബൈകാർബണേറ്റ്, ഡി പൊട്ടാഷ്യം ക്ലോറൈഡ്. അപ്പക്കാരം രാസപരമായിട്ട് താഴെ കൊടുത്തവയിൽ ഏതാണ്? ഉത്തരം സോഡിയം ബൈകാർബണേറ്റ് ആണ്. അടുത്ത ചോദ്യം, സൂര്യതാപം ഭൂമിയിലെത്താൻ കാരണമാകുന്ന താപപ്രേഷണ രീതി ഏതാണ്? സൂര്യതാപം ഭൂമിയിലെത്താൻ കാരണമാകുന്ന താപപ്രേഷണ രീതി ഏതാണ്? ഓപ്ഷൻ എ വികിരണം, ബി സംവഹനം, സി ചാലനം, ഡി ഇതൊന്നുമല്ല. ഉത്തരം വികിരണമാണ്. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? എ കാവൻഡിഷ്, ബി ജോസഫ് പ്രിസ്ലി, സി ലാവോയ്സിയർ, ഡി കാൾ ഷീലെ. ഇതിലാരാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്? ഉത്തരം കാവൻഡിഷ് ആണ്. അടുത്ത ചോദ്യം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ, ബി ഹൈഡ്രജൻ, സി നൈട്രജൻ, ഡി കാർബൺ ഡൈ ഓക്സൈഡ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് സിങ്ക് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്.
സിങ്ക് ഒരു ലോഹമാണ്. ലോഹങ്ങളും ആസിഡുകളും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അടുത്ത ചോദ്യം, കടൽക്കാറ്റ് എപ്പോഴാണ് അനുഭവപ്പെടാറുള്ളത്? ഓപ്ഷൻ എ പകൽ, ബി രാത്രി, സി മൺസൂൺ സമയത്ത്, ഡി ഇതൊന്നുമല്ല. കടൽക്കാറ്റ് എപ്പോഴാണ് അനുഭവപ്പെടാറുള്ളത്? ഉത്തരം പകലാണ്. പകൽ സമയത്താണ് കടൽക്കാറ്റ് അനുഭവപ്പെടുന്നത്. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. അതേപോലെ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. അടുത്ത ചോദ്യം, മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ ടാർട്ടാറിക് ആസിഡ്, ബി അസറ്റിക് ആസിഡ്, സി ലാക്റ്റിക് ആസിഡ്, ഡി സിട്രിക് ആസിഡ്. ഇതിൽ മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ലാക്റ്റിക് ആസിഡാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും ലാക്റ്റിക് ആസിഡാണ്. അടുത്ത ചോദ്യം, ഖരവസ്തുക്കളിൽ താപ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് വഴിയാണ്? ഖരവസ്തുക്കളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലൂടെയാണ്? ഓപ്ഷൻ എ ചാലനം, ബി വികിരണം, സി സംവഹനം, ഡി ഇതൊന്നുമല്ല. ഉത്തരം ഏതാണ്? ഉത്തരം ചാലനമാണ്. ഖരവസ്തുക്കളിൽ ചാലനം വഴിയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അടുത്ത ചോദ്യം, കരക്കാറ്റ് എപ്പോഴാണ് അനുഭവപ്പെടാറുള്ളത്? കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. അതെപ്പോഴാണ് അനുഭവപ്പെടാറുള്ളത്? ഉത്തരം എന്താണ്? ഉത്തരം രാത്രിയാണ്. പകൽ സമയത്ത് കടൽക്കാറ്റും രാത്രി കരക്കാറ്റുമാണ്. അടുത്ത ചോദ്യം, ദ്രാവകങ്ങളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് വഴിയാണ്? ഏത് രീതിയിലൂടെയാണ്? ദ്രാവകങ്ങളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലൂടെയാണ്? ഓപ്ഷൻ എ സംവഹനം, ബി ഇതൊന്നുമല്ല, സി ചാലനം, ഡി വികിരണം. ഉത്തരം സംവഹനമാണ്. അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ ഏതാണ്? സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ താഴെ കൊടുത്തവയിൽ സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ അൾട്രാവയലറ്റ് കിരണം, ബി ഗാമ കിരണം, സി കോസ്മിക് കിരണം, ഡി ഇൻഫ്രാറെഡ് കിരണം. ഉത്തരം ഏതാണ്? ഉത്തരം ഇൻഫ്രാറെഡ് കിരണമാണ് സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ. അടുത്ത ചോദ്യം, ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന ഉയർന്ന താപനില. ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന ഉയർന്ന താപനില എത്രയാണ്? ഉത്തരം 110 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ചോദ്യം, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്ര? ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 7 ആണ്. അടുത്ത ചോദ്യം, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ സിട്രിക് ആസിഡ്, ബി മാലിക് ആസിഡ്, സി ടാർട്ടാറിക് ആസിഡ്, ഡി അസറ്റിക് ആസിഡ്. ഉത്തരം മാലിക് ആസിഡ് ആണ്. അടുത്ത ചോദ്യം, താപത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? താപത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ കെൽവിൻ, ബി കലോറി, സി ജൂള്, ഡി ഫാരൻഹീറ്റ്. ഉത്തരം ജൂളാണ്. അടുത്ത ചോദ്യം, pH മൂല്യം 7ൽ കൂടുതലായാൽ pH മൂല്യം 7ൽ കൂടുതലായാൽ അതെന്തായിരിക്കും? ഓപ്ഷൻ എ ആസിഡ്, ബി ആൽക്കലി, സി നിർവീര്യം, ഡി ഇതൊന്നുമല്ല. എന്താണ് ഉത്തരം? pH മൂല്യം 7ൽ കൂടുതലായാൽ അത് ആൽക്കലി ആയിരിക്കും. അടുത്ത ചോദ്യം, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല കളറാക്കുന്നത് താഴെ കൊടുത്തവയിൽ ഏത് വസ്തുക്കളാണ്? ഏത് സ്വഭാവമുള്ള വസ്തുക്കളാണ്? ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല കളറാക്കുന്നത് ഏത് സ്വഭാവമുള്ള വസ്തുക്കളാണ്? ഓപ്ഷൻ എ ആൽക്കലി, ബി ആസിഡ്, സി ജലം, ഡി ഇതൊന്നുമല്ല. ഏതാണ് ഉത്തരം? ആൽക്കലിയാണ്. ചുവപ്പിനെ നീലയാക്കുന്നത് ആൽക്കലിയാണ്. നീലയെ ചുവപ്പാക്കുന്നത് ആസിഡുമാണ്. അടുത്ത ചോദ്യം, തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ വികിരണം, ബി സംവഹനം, സി ചാലനം, ഡി ഇതൊന്നുമല്ല. ഉത്തരം ഏതാണ്? യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. ഉത്തരം ചാലനമാണ്. അടുത്ത ചോദ്യം, മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്, ബി സിട്രിക് ആസിഡ്, സി സൾഫ്യൂരിക് ആസിഡ്, ഡി അസറ്റിക് ആസിഡ്. ഇതിലേതാണ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്? ഉത്തരം സൾഫ്യൂരിക് ആസിഡാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ മണ്ണ് പൊതുവെ ഏത് സ്വഭാവമാണ് കാണിക്കുന്നത്? കേരളത്തിലെ മണ്ണ് പൊതുവെ ഏത് സ്വഭാവം കാണിക്കുന്നവയാണ്? ഓപ്ഷൻ എ ന്യൂട്രൽ, ബി ആസിഡ്, സി ആൽക്കലി, ഡി ഇതൊന്നുമല്ല. ഉത്തരം എന്താണ്? ഉത്തരം ആസിഡാണ്. ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം, pH മൂല്യം 7ൽ കുറവായാൽ അത് ഏത് സ്വഭാവമാണ് ആ വസ്തു കാണിക്കുന്നത്? pH മൂല്യം 7ൽ കുറവായാൽ ഏത് സ്വഭാവമായിരിക്കും എന്നാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓപ്ഷൻ എ ആൽക്കലി, ബി ഇതൊന്നുമല്ല, സി നിർവീര്യം, ഡി ആസിഡ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സ്കോറും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.